Hi, welcome back to another lecture for economics. This is Neenu Ragesh on the behalf of Learners Hub. In this video, I am going to discuss about circular and cumulative causation theory. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറീനെ കുറിച്ചാണ്. ദിസ് തിയറി ഡെവലപ്ഡ് ബൈ ഫേമസ് സ്വീഡിഷ് ഇക്കണോമിസ്റ്റ് ഗുണാർ മിർഡൽ ഇൻ ദ ഇയർ 1957. അപ്പോൾ 1957 ഗുണാർ മിർഡൽ എന്ന് പറയുന്ന സ്വീഡിഷ് എക്കണോമിസ്റ്റാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇൻ ഹിസ് വർക്ക് ഇക്കണോമിക് തിയറി ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രി. അതായത് അദ്ദേഹത്തിൻ്റെ വർക്ക്, അതിൻ്റെ പേര് ടൈറ്റിൽഡ് ഇക്കണോമിക് തിയറി ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രി. ഈ ഒരു ബുക്കിലാണ് അദ്ദേഹം എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറി? എന്താണ് സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറി, അല്ലെങ്കിൽ എന്താണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഹി എക്സ്പ്ലെയിൻ റിയൽ റീസൺ ബിഹൈൻഡ് ദ ബാക്ക്വേർഡ്നെസ് ഓഫ് LDCs. അല്ലേ, എന്താണ് LDCയുടെ, അതായത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിലെ ബാക്ക്വേർഡ്നെസ്സിനുള്ള റീസൺ എന്താണ് എന്നാണ് ഈ ഒരു തിയറിയിൽ മിർഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇൻ ദ പ്രീവിയസ് വീഡിയോ വി ഡിസ്കസ്ഡ് അബൌട്ട് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി, റൈറ്റ്? സോ ആ ഒരു തിയറിയിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സിമിലർലി why the UDCs or underdeveloped country again and again going to backwardness അല്ലെങ്കിൽ poor situation, അല്ലേ? അതാണ് ഏതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. സിമിലർലി ഇൻ ദിസ് തിയറി, സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറി, മിർഡൽ ഓൾസോ എക്സ്പ്ലെയിൻഡ് റിയൽ റീസൺ ബിഹൈൻഡ് ദ ബാക്ക്വേർഡ്നെസ് ഓഫ് LDCs. LDCs മീൻസ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിലെ ബാക്ക്വേർഡ്നെസ്സിനുള്ള റിയൽ റീസൺ എന്താണ് എന്നതാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് മിർഡൽ ഇൻ ഹിസ് തിയറി സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദിസ് തിയറി ഓൾസോ എക്സ്പ്ലെയിൻ ദ റിയൽ റീസൺ ബിഹൈൻഡ് different in the level of development between countries as well as difference in the level of development between regions within the country. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഈ തിയറിയിൽ? അദ്ദേഹം ഗുണാർ മിർഡൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? രണ്ട് കൺട്രീസിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? അവരുടെ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, ഇംബാലൻസ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു കൺട്രീൻ്റെ കേസിൽ എടുക്കുമ്പം നമുക്കറിയാം ദർ ആർ ഡിഫറെൻറ്റ് റീജിയൻസ്, അല്ലേ? ഒരുപാട് റീജിയൻസ് ഉണ്ടാവും. സോ ആ ഡിഫറെൻറ്റ് റീജിയൻസിൽ എന്താണ്? ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെൻ്റ് ആണ് കാണാൻ കഴിയുന്നത്. ദിസ് ഈസ് ആക്ച്വലി ഇൻ ദിസ് തിയറി ഡിസ്കസ്ഡ്. ഇതാണ് അതിൻ്റെ റീസൺ ആണ് എന്ത് ഈ ഒരു തിയറി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹീ കോൾഡ് ഇറ്റ്സ് എ ജിയോഗ്രഫിക്കൽ ഡ്യുവലിസം. ഈ ഒരു സിറ്റുവേഷനെ മിർഡൽ എന്ത് പേരിട്ടാണ് വിളിച്ചത്? ജിയോഗ്രഫിക്കൽ ഡ്യുവലിസം. എന്താണ് ജിയോഗ്രഫിക്കൽ ഡ്യുവലിസം? വാട്ട് ഈസ് ജിയോഗ്രഫിക്കൽ ഡ്യുവലിസം? ജിയോഗ്രഫിക്കൽ ഡ്യുവലിസം മീൻസ് there exists the difference in the level of development between countries as well as the level of development between different regions within the country. This is actually called geographical dualism. Who called this term, like who used this term? Gunnar Myrdal in his theory circular and cumulative causation. Okay, അപ്പോൾ ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ടേമാണ് ജിയോഗ്രഫിക്കൽ ഡ്യുവലിസം. ആൻഡ് ഇത് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോട്ട് ചെയ്യണം. ദെൻ ഇൻ വിച്ച് തിയറി, ഏത് തിയറിയിലാണ് അത് നോട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, സോ പ്ലീസ് നോട്ട് നൗ geographical dualism. What is geographical dualism? Geographical dualism means the difference in the level of development between countries as well as the level of development between different regions within the countries. Okay, clear? ഇപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? Circular and cumulative causation theory developed by Gunnar Myrdal in the year 1957 in his work Economic Theory in Underdeveloped Country. Okay, this theory explains the real reason behind the differences in the level of development between countries as well as the level of development between different regions within the countries. This is actually called geographical dualism. What? Geographical dualism. Then
This theory, circular and cumulative causation theory, is a contradiction of traditional neoclassical equilibrium theory. എന്താണ് ട്രഡീഷണൽ നിയോക്ലാസിക്കൽ ഇക്വിലിബ്രിയം തിയറിയുടെ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടാണ് എന്ത് പറയുന്നത് ഈ സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറിയിൽ ആര് എക്സ്പ്ലെയിൻ ചെയ്തത്? മെറിഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ട്രഡീഷണൽ നിയോക്ലാസിക്കൽ ഇക്വിലിബ്രിയം തിയറിയിൽ പറയുന്നതെന്ന് നോക്കണം. ആക്ച്വലി എന്താണ് അവർ പറയുന്നത്? There be forces. Then, in this theory, circular and cumulative causation, Myrdal contradict ട്രഡീഷണൽ നിയോക്ലാസിക്കൽ ഇക്വിലിബ്രിയം തിയറി. അതായത് ട്രഡീഷണൽ നിയോക്ലാസിക്കൽ ഇക്വിലിബ്രിയം തിയറിയെ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ടാണ് സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറി മെറിഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഈസ് ട്രഡീഷണൽ നിയോക്ലാസിക്കൽ ഇക്വിലിബ്രിയം തിയറി? It says that there be forces in the economy, like economic and social forces, that will push the economy towards equilibrium. എന്താണ് പറയുന്നത്? ട്രഡീഷണൽ നിയോക്ലാസിക്കൽ ഇക്വിലിബ്രിയം തിയറി എന്താണ് പറയുന്നത്? ഇക്കണോമിക് ഫോഴ്സസ് അല്ലെങ്കിൽ സോഷ്യൽ ഫോഴ്സസ് ദാറ്റ് വിൽ ക്രിയേറ്റ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ഇൻ ദ ഇക്കോണമി. എന്താണ് ഇക്കണോമിക് ഫോഴ്സസ് അല്ലെങ്കിൽ സോഷ്യൽ ഫോഴ്സസ് അല്ലെങ്കിൽ അത്തരം ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ്സ് ടു ഇക്കോണമി ഇൻ ദ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ. In this theory, in traditional neoclassical theory, also says that there is no difference between the level of development between countries as well as the level of development between different regions within the country. എന്താണ് പറയുന്നത്? ട്രഡീഷണൽ നിയോക്ലാസിക്കൽ ഇക്വിലിബ്രിയം തിയറി എന്താണ് പറയുന്നത്? ദർ ഇസ് നോ ഡിഫറൻസ്, അല്ലേ? ഒരു ഡിഫറൻസും ഇല്ല. രണ്ട് കൺട്രികൾ തമ്മിലും ഡിഫറൻസസ് ഇല്ല ഇൻ ദ കേസ് ഓഫ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾസോ റീജിയൻസ് തമ്മിലും ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദ കേസ് ഓഫ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്. ആര് പറയുന്നു? ട്രഡീഷണൽ നിയോക്ലാസിക്കൽ ഇക്വിലിബ്രിയം തിയറിയിൽ പറയുന്നു. ബട്ട് ഇൻ റിയാലിറ്റി ദിസ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ, അല്ലേ? നമുക്കൊരിക്കലും ദിസ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ഓർ നോട്ട് അച്ചീവബിൾ, അല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിയൽ വേൾഡിൽ കാണാൻ പറ്റില്ല. ഇറ്റ്സ് എ റോങ് കൺസെപ്റ്റ്, റൈറ്റ്? ഇറ്റ്സ് എ റോങ് കൺസെപ്റ്റ്. ദർ ഈസ് നോ equal level of development. There is no equal level of development between countries or different regions within the country. This is not practical, അല്ലേ? ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. ഇൻ ദ റിയൽ സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റില്ല. സോ Myrdal what called this situation is not attainable, not achievable or not practicable. എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? In reality, there is a difference between level of development between countries and different level of development between different regions within the country, അല്ലേ? എന്താണ് പറയുന്നത്? രണ്ട് കൺട്രികൾ തമ്മിലും ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ സെയിം കൺട്രിയിൽ ഡിഫറെൻറ്റ് റീജിയൻസും ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡിഫറൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. അസ്യൂമിങ് ദാറ്റ് ദർ ആർ ടു റീജിയൻ ഇൻ ദ സെയിം കൺട്രി, ദാറ്റ് ഈസ് എ ആൻഡ് ബി. ഒരു കൺട്രിയിലെ രണ്ട് റീജിയൻ ആണ്, റീജിയൻ എ ആൻഡ് റീജിയൻ ബി. And the wage rate of region A is equal to wage rate of region B. അതായത് റീജിയൻ എ എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ റീജിയൻ ബിയിലും വേജ് റേറ്റ് എന്താണ്? ഈക്വൽ. ദർ ഈസ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ. അപ്പോൾ രണ്ട് റീജിയൻ തമ്മിൽ ഇക്വിലിബ്രിയം സിറ്റുവേഷനാണ്. ദർ ഇസ് എ ബാലൻസ് ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണുന്നത്. But in some stimulations take place in region that leads to wage rate of A increases, അല്ലെ? എന്താണ്? some forces അല്ലെങ്കിൽ some stimulations എവിടെ ടേക്ക് പ്ലേസ് ചെയ്തു? റീജിയൻ എയിൽ ടേക്ക് പ്ലേസ് ചെയ്തു. ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ വേജ് റേറ്റ് ഓഫ് റീജിയൻ എ. റീജിയൻ എയിൽ വേജ് റേറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് അവിടെ എന്ത് സിറ്റുവേഷൻ വന്നു? എയിലെ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്തു, ബിയിൽ നേരത്തെയുള്ള സെയിം സിറ്റുവേഷനിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും?
അട്രാക്ഷൻ ഓഫ് ലേബർ അല്ലേ, ലേബർ അട്രാക്ഷൻ ഉണ്ടാവും എവിടത്തേക്ക്, റീജിയൻ ബിയിൽ നിന്നും റീജിയൻ എയിലേക്ക് എന്തുണ്ടാവും, ലേബേഴ്സ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് ഓർ മൈഗ്രേഷൻ ഓഫ് ലേബർ ഫ്രം റീജിയൻ ബി ടു റീജിയൻ എ. ബിയിൽ നിന്നും എവിടത്തേക്ക് മൈഗ്രേഷൻ ഉണ്ടാവും, ബിയിൽ നിന്നും എയിലേക്ക് മൈഗ്രേഷൻ ഉണ്ടാവും. That time what happened there in region B, demand depressed അല്ലേ, ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്രസ്ഡ് ബിക്കോസ് ഓഫ് ലോ വേജ് റേറ്റ് ഇൻ റീജിയൻ ബി. എന്താണ് സംഭവിക്കുന്നത്, റീജിയൻ ബിയിൽ ഡിമാൻഡ് ഫോർ ലേബർ കുറയുന്നു, ഡിപ്രസ് ആവുന്നു അല്ലേ, ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്രസ് ആവുന്നു ബിക്കോസ് അവിടെ വേജ് റേറ്റ് കുറവാണ് കമ്പയറിങ് ടു റീജിയൻ എ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡിമാൻഡ് കുറയുന്നു, അവർ എവിടത്തേക്ക് പോകുന്നു, റീജിയൻ എയിലേക്ക് പോകുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു, സപ്ലൈ ഓഫ് ലേബർ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, സപ്ലൈ ഓഫ് ലേബർ ഇൻക്രീസ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് ഹൈ വേജ് റേറ്റ്. എന്തുകൊണ്ടാണ്, വേജ് റേറ്റ് കൂടുതലുള്ളത് കൊണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു, രണ്ട് റീജിയൻ തമ്മിൽ ഇംബാലൻസസ് ഉണ്ടാവുന്നു, ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇതാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, ഡിഫറെൻറ്റ് റീജിയൻസിൽ സംഭവിക്കുന്നത്, ഡിഫറെൻറ്റ് കൺട്രീസിൽ സംഭവിക്കുന്നത് എന്നാണ് ഏതിൽ പറയുന്നത്, സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറിയിൽ ആര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, മെർഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ, എക്സാമ്പിൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവൺ ഹാവ് എനി ക്വയറീസ് പ്ലീസ് ലെറ്റ് മീ നോ ഇൻ. Then backwash effect and spread effect എന്ന ടു ടേംസ് മെർഡൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു തിയറിയിൽ. എന്താണ് ബാക്ക്വാഷ് ഇഫക്റ്റ് ആൻഡ് സ്പ്രെഡ് ഇഫക്റ്റ്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീജിയൻ എ ആൻഡ് ബിൻ്റെ കേസിൽ ആൻഡ് വേജ് റേറ്റിൻ്റെ കേസിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ട് ഈസ് ബാക്ക്വാഷ് ഇഫക്റ്റ്? ബാക്ക്വാഷ് ഇഫക്റ്റ് മീൻസ് ദാറ്റ് മൂവിങ് ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എവിടുന്ന്, ഡെവലപ്ഡ് റീജിയൻസിൽ നിന്ന് അണ്ടർ ഡെവലപ്ഡ് റീജിയൻസിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക്വാഷ് ഇഫക്റ്റ്. എന്താണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മോശം ബാഡ് തിങ്സ് മൂവിങ് ഫ്രം ഡെവലപ്ഡ് റീജിയൻ ടു അണ്ടർ ഡെവലപ്ഡ് റീജിയൻ. അതായത് നെഗറ്റീവ് കാര്യങ്ങൾ അല്ലേ, നെഗറ്റീവ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്ഡ് റീജിയനിൽ നിന്നും അണ്ടർ ഡെവലപ്ഡ് റീജിയനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, ബാക്ക്വാഷ് ഇഫക്റ്റ്. ഇറ്റ്സ് ലീഡ്സ് ടു ഇൻക്രീസിങ് ദ ഡൈവേർജൻ അല്ലേ. എന്താണ് ബാക്ക്വാഷ് ഇഫക്റ്റ് ലീഡ്സ് ടു ഇൻക്രീസിങ് ദ ഡൈവേർജൻ. അതായത് ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നു, ഡൈവേർജൻ ചെയ്ത് പോകുന്നു അല്ലേ, അകന്നകന്ന് പോകുന്നു. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക്വാഷ് ഇഫക്റ്റ്. ഇറ്റ്സ് എ നെഗറ്റീവ് കോൺസെപ്റ്റ്. ഇത് ആക്ച്വലി എന്താണ്, ഒരു നെഗറ്റീവ് കോൺസെപ്റ്റാണ് അല്ലേ. ഒരിക്കലും ഒരു ഇക്കോണമിക്ക് അതെന്താണ്, നല്ല കാര്യമല്ല. കാരണം ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, ഇറ്റ്സ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ്, ഇറ്റ്സ് ക്രിയേറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇൻ ദ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇക്കോണമിയിൽ എന്താണ്, നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്ത്, ബാക്ക്വാഷ് ഇഫക്റ്റ്. സോ വാട്ട് ഈസ് ബാക്ക്വാഷ് ഇഫക്റ്റ്? മൂവിങ് ബാഡ് തിങ്സ് ഫ്രം ഡെവലപ്ഡ് റീജിയൻ ടു അണ്ടർ ഡെവലപ്ഡ് റീജിയൻ. ഓക്കെ, ദർ ആർ 3 indicators that leads to അല്ലെങ്കിൽ ദാറ്റ് ക്രിയേറ്റ് ബാക്ക്വാഷ് ഇഫക്റ്റ്. അത് ഏതൊക്കെയാണ്? ലേബർ മൈഗ്രേഷൻ, ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. ദർ ആർ 3 indicators that ക്രിയേറ്റ് ബാക്ക്വാഷ് ഇഫക്റ്റ്. ഏതൊക്കെയാണ്? ലേബർ മൈഗ്രേഷൻ, ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഫസ്റ്റ് വൺ ഈസ് ലേബർ മൈഗ്രേഷൻ. ലേബർ മൈഗ്രേഷൻ എങ്ങനെ ആയിരിക്കും? നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്, വേജ് റേറ്റിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് റീജിയൻസിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്, എ എന്ന് പറയുന്ന ആ ഒരു റീജിയൻ പ്രോസ്പെറസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡെവലപ്ഡ് സിറ്റുവേഷനിലേക്ക് പോവുകയും ബി എന്ന് പറയുന്ന റീജിയൻ എന്താണ്, ഡിപ്രസ്ഡ് ആവുന്ന കണ്ടീഷനാണ് നമ്മൾ ആ ഒരു എക്സാമ്പിളിൽ കണ്ടത്. അതായത് ലേബർ മൈഗ്രേഷൻ ദാറ്റ് ലീഡ്സ് ടു വൺ റീജിയൻ വിൽ പ്രോസ്പൈറിങ് സിറ്റുവേഷൻ ആൻഡ് അതർ വിൽ ലീഡ്സ് ടു ഡിപ്രസിങ് സിറ്റുവേഷൻ. ക്ലിയർ? അപ്പോൾ ലേബർ മൈഗ്രേഷൻ എങ്ങനെയാണ് ബാക്ക്വാഷ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ദെൻ ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ഓൾസോ ക്രിയേറ്റ് ബാക്ക്വാഷ് ഇഫക്റ്റ് അല്ലേ. എന്താ, ഒരു റീജിയനിൽ നിന്നും മറ്റൊരു റീജിയനിലേക്ക് ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ഉണ്ടാവുമ്പം ക്യാപിറ്റൽ എത്തിയ റീജിയനിൽ എന്തുണ്ടാവുന്നു, പ്രോസ്പെറിറ്റി ഉണ്ടാവുന്നു, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു. എവിടെ നിന്നാണോ ക്യാപിറ്റൽ വന്നത് അവിടെ എന്താണ്, ഡിപ്രസ്ഡ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു. സോ ഇറ്റ്സ് ലീഡ്സ് ടു ബാക്ക്വാഷ് ഇഫക്റ്റ് അല്ലേ. ഒരു സ്ഥലത്ത് എന്താണ്,
ഒരു സ്ഥലത്ത് പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നു, മറ്റു സ്ഥലത്ത് ഡിപ്രഷൻ ഉണ്ടാവുന്നു. ദെൻ ഇൻ്റർനാഷണൽ ട്രേഡ്. International trade is the main reason that leads to backwash effect, right? According to Myrdal, international trade that favorable to developed countries. എന്താണ് ഇൻ്റർനാഷണൽ ട്രേഡ് എപ്പോഴും ഡെവലപ്ഡ് കൺട്രീസിന് മാത്രമാണ് എന്തായിട്ടുള്ളത്, ഫേവർ ആയിട്ടുള്ളത്. ഇറ്റ്സ് നെഗറ്റീവ്ലി ഇമ്പാക്ട് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഓർ UDCs. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ LDCs, ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇൻ്റർനാഷണൽ ട്രേഡ് എന്താണ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ബാക്ക് വാഷ് ഇഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്ക് വാഷ് ഇഫക്റ്റ് മീൻസ് നെഗറ്റീവ് ഇഫക്റ്റ് അല്ലേ, നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുക ഇക്കോണമിയിൽ, അല്ലെങ്കിൽ ഡെവലപ്ഡ് റീജിയനിൽ നിന്ന് അണ്ടർ ഡെവലപ്ഡ് റീജിയനിലേക്ക് നെഗറ്റീവ് തിങ്സ് മൂവ് ചെയ്യുക. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക് വാഷ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ലേബർ മൈഗ്രേഷൻ, ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് ദാറ്റ് ക്രിയേറ്റ് ബാക്ക് വാഷ് ഇഫക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് സ്പ്രെഡ് ഇഫക്റ്റ്. സ്പ്രെഡ് ഇഫക്റ്റ് മീൻസ് എന്താണ്, ഫേവറബിൾ ഇഫക്റ്റ്, പോസിറ്റീവ് ഇഫക്റ്റ് അല്ലേ, നല്ല ഗുഡ് ഇഫക്റ്റ് ഇൻ ദ ഇക്കോണമി. സ്പ്രെഡ് ഇഫക്റ്റ് ദാറ്റ് ക്രിയേറ്റ് ഗുഡ് തിങ് ഇൻ ദ ഇക്കോണമി. എന്താണ്, നല്ല കാര്യങ്ങൾ മാത്രമേ സ്പ്രെഡ് ഇഫക്റ്റിലുള്ളൂ. അതായത് ഗുഡ് തിങ്സ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ് തിങ്സ് ഫ്രം ഡെവലപ്ഡ് റീജിയൻ ടു അണ്ടർ ഡെവലപ്ഡ് റീജിയൻ. അതായത് ഒരു റീജിയൻ ഡെവലപ്പ് ചെയ്താൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള റീജിയൻസിലൊക്കെ എന്താണ്, അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ, പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്രെഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് സ്പ്രെഡ് എഫക്റ്റ് എന്താണ്, ഇറ്റ്സ് എ ഫേവറബിൾ ഇഫക്റ്റ് ദാറ്റ് ലീഡ്സ് ടു ഗുഡ് തിങ് ഫ്രം ഡെവലപ്ഡ് റീജിയൻ ടു അണ്ടർ ഡെവലപ്ഡ് റീജിയൻ. അപ്പോൾ ദർ ആർ ടു ways that leads to spread effect, that is increase in the demand for product and improvement in the technology. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു, എന്തോ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീജിയൻ എൻ്റെയും ബിയുടെയും കേസിൽ. അപ്പോൾ റീജിയൻ എ എന്ന് പറയുന്ന റീജിയനിൽ എന്താണ്, ആക്ച്വലി അവിടെ ഡിമാൻഡ് ഫോർ സപ്ലൈ ഓഫ് ലേബർ ഇൻക്രീസ് ചെയ്തു. അതിൻ്റെ കേസിൽ ഡിമാൻഡ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തു. ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റീജിയൻ ബിയിലേക്ക് കൂടി അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ആവുന്നുണ്ട്. സോ സ്പ്രെഡ് ഇഫക്റ്റ് ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റ്. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ടെക്നോളജി. ഒരു റീജിയനിൽ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായാൽ ആസ് യൂഷ്വൽ അതെന്തായി സംഭവിക്കുന്നു, റിലേറ്റഡ് റീജിയനിലൊക്കെ അതിൻ്റെ എഫക്ട്സ് ഉണ്ടാവും. അതിൻ്റെ ഗുഡ് എഫക്ട്സ് എവിടെ ഉണ്ടാവും, റിലേറ്റഡ് റീജിയനിലൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്താണ്, ഇംപ്രൂവ്മെൻറ്റ് ടെക്നോളജി ദാറ്റ് ലീഡ്സ് ടു സ്പ്രെഡ് ഇഫക്റ്റ്. ഇറ്റ്സ് ക്ലിയർ, backwash effects and spread effect. Okay, next thing, how to tackle this regional imbalance. അപ്പോൾ നമ്മൾ ഈ ഒരു തിയറിയിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് റീജിയണൽ ഇംബാലൻസസിനെ കുറിച്ചിട്ടാണ് അല്ലേ, അതായത് ഡിഫറെൻറ്റ് റീജിയൻ ഹാവിങ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്താണ്, ശരിക്കും ആക്ച്വലി ഡിസിക്വിലിബ്രിയം സിറ്റുവേഷൻ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ, ഹൗ ടു ടാക്കിൾ ദിസ് റീജിയണൽ ഇംബാലൻസസ്, നമുക്ക് പോയിട്ട് പെട്ടെന്ന് അതിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? നോ, ദിസ് ഈസ് ഓൺലി ത്രൂ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ. എങ്ങനെയാണ്, സ്റ്റേറ്റ് ഇൻ്റർവെൻഷനിലൂടെ മാത്രമേ എന്ത് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ, ദിസ് റീജിയണൽ ഇംബാലൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് സ്റ്റേറ്റ് പോളിസീസ് അല്ലേ, അതായത് എവിടെ വേണം, നമ്മളുടെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാതെ അണ്ടർ ഡെവലപ്ഡ് റീജിയനിൽ എന്ത് വേണം, സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ വേണം അല്ലേ. അവിടെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യണം, അവിടുത്തെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം, വേജ് ഇൻക്രീസ് ചെയ്ത് അവിടെ എന്ത് വേണം, ഓവറോൾ പ്രോസ്പെറിങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. ആര് ക്രിയേറ്റ് ചെയ്യണം, സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് സ്റ്റേറ്റ് പോളിസീസ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഡിസ്കസ്ഡ് ഇൻ സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറി. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സർക്കുലർ ആൻഡ് കുമുലേറ്റീവ് കോസേഷൻ തിയറി ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ പഠിക്കുക. എനിവൺ ഹാവ് എനി ക്വാറീസ്, പ്ലീസ് ലെറ്റ് മീ നോ. താങ്ക് യു.